പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത് ആകാശത്തിലേക്കാണ് എന്നതാണ് ഏറെ രസകരമായി ഇന്ന് കാണുവാൻ സാധിച്ചത്. KSRTCയെ ഈ രണ്ട് സർക്കാരുകൾ, ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ എങ്ങനെ ഭരിച്ചു മുടിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ രക്തസാക്ഷികളാണ് ഇവിടുത്തെ തൊഴിലാളികൾ. തൊഴിലാളികളുടെ അവശതകൾ കാണാൻ കണ്ണീരൊപ്പാൻ സർക്കാരിന് പരിപാടിയില്ല, നയമില്ല. നമസ്കാരം. KSRTCയെ തകർക്കുന്ന തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് നിലവിലിപ്പോൾ TDF സംഘടന രംഗത്ത് വന്നിരിക്കുകയാണ്. ഈയൊരു ചടങ്ങിൽ KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം M. വിൻസെൻ്റ് MLA ഉൾപ്പെടെയുള്ളവർ സംസാരിക്കുകയും ചെയ്തു. എന്നാൽ ഈ പരിപാടി അവസാനിക്കുന്ന വേളയിൽ ഈ ഒരു സമരത്തിന് വന്ന TDF പ്രവർത്തകർ പ്രതിഷേധം ഘടിപ്പിക്കുകയായിരുന്നു. അതായത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ബാരിക്കേഡ് പിടിച്ചു കുലുക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ രസകരമായൊരു കാര്യമായി തോന്നിയത്, പൊതുവെ ജലപീരങ്കി അടിക്കുമ്പോൾ ദേഹത്തേക്കാണ് അതായത് പ്രതിഷേധിക്കാൻ എത്തിയവരുടെ ദേഹത്തേക്കാണ് ഇങ്ങനെ ജലപീരങ്കി പ്രയോഗിക്കുക. എന്നാൽ ഇത് പോലീസ് 100-ലധികം പ്രവർത്തകരാണ് ഈ പ്രതിഷേധത്തിനായി എത്തിച്ചേർന്നത്. അവരെ ഈ സ്ഥലത്ത് നിന്നും ഒഴിപ്പിച്ചു വിടുന്നതിനായി ഈ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത് ആകാശത്തിലേക്കാണ് എന്നതാണ് ഏറെ രസകരമായി ഇന്ന് കാണുവാൻ സാധിച്ചത്. എന്തായാലും ആ കാഴ്ച നമുക്കൊന്ന് ആദ്യം കാണാം. കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ KSRTCയെ ഈ രണ്ട് സർക്കാരുകൾ, ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ എങ്ങനെ ഭരിച്ചു മുടിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ രക്തസാക്ഷികളാണ് ഇവിടുത്തെ തൊഴിലാളികൾ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾ ചവിട്ടി മെതിച്ച ഒരു ഗവൺമെന്റാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. തൊഴിലാളികൾക്ക് ശമ്പളം കൃത്യമായി നൽകുന്നില്ല എന്നിവിടെ വിൻസെന്റ് പറഞ്ഞു. നിങ്ങളത് അനുഭവിക്കുന്നവരാണ്. DA കുടിശ്ശിക എത്രയെന്ന് ചോദിച്ചാൽ സർക്കാരിന് ഉത്തരമില്ല. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഉണ്ടായിരുന്നപ്പോൾ, ശിവകുമാർ ഈ വകുപ്പിന്റെ മന്ത്രിയായിരുന്നപ്പോൾ അന്ന് DA മുഴുവനായും കൊടുത്തു തീർക്കാൻ UDFന്റെ ഗവൺമെന്റിന് സാധിച്ചുവെങ്കിൽ ഇന്ന് പൂർണ്ണമായും DA കുടിശ്ശികയായി നിൽക്കുകയാണ്. തൊഴിലാളികളുടെ അവശതകൾ കാണാൻ കണ്ണീരൊപ്പാൻ സർക്കാരിന് പരിപാടിയില്ല, നയമില്ല. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് DA? ജീവിത ചെലവിന്റെ വർധനവിന്റെ അടിസ്ഥാനത്തിലാണ് തൊഴിലാളികൾക്ക്, ജീവനക്കാർക്ക് DA നൽകേണ്ടത് എങ്കിൽ ഇന്ന് തീപിടിച്ച വിലക്കയറ്റം നമ്മുടെ നിത്യജീവിതത്തെ സാരമായിട്ട് ബാധിക്കുന്നു. പക്ഷെ തൊഴിലാളികൾക്ക് അർഹമായ DA ആനുകൂല്യങ്ങൾ ഈ ഗവൺമെന്റും അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിയും നിഷേധിക്കുകയാണ്. അതുപോലെ ബസ് സർവീസുകളുടെ എണ്ണം വെട്ടിക്കുറച്ചു. തൊഴിലാളികൾ ഒരു ഭാഗത്ത് പ്രയാസങ്ങളും പീഡനങ്ങളും സഹിക്കുമ്പോൾ സാധാരണക്കാരന്റെ ആശ്രയമായിരുന്നു KSRTC ബസ്സുകളെങ്കിൽ ഷെഡ്യൂളുകൾ വെട്ടിക്കുറച്ചു, ബസ്സുകളുടെ എണ്ണം കുറച്ചു. 42,000 തൊഴിലാളികൾ ഉണ്ടായിരുന്നിടത്ത് ഇന്ന് അതിന്റെ പകുതിയായി 21,000-ആയി, കൃത്യം പകുതിയായി 21,000-ആയി തൊഴിലാളികളുടെ എണ്ണം കുറച്ചു. ബസ്സുകൾ വാങ്ങുന്നില്ല, സർവീസുകൾ വാങ്ങുന്നില്ല. വാങ്ങിയ ബസ്സുകൾ തന്നെ നല്ല നിലയിൽ ഉപയോഗിക്കാൻ ഇന്ന് KSRTCക്ക് സാധിക്കുന്നില്ല. തൊഴിലാളികളെയും അതുപോലെ യാത്രക്കാരെയും കണ്ണീര് കുടിപ്പിച്ച ഒരു ഗവൺമെന്റാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. ആ തൊഴിലാളികളുടെ അവകാശങ്ങൾ, ന്യായയുക്തമായ ആവശ്യങ്ങൾ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ നിയമസഭാ മാർച്ചിന് വേണ്ടി ഇന്ന് തയ്യാറായിട്ടുള്ളത്.
എന്തായാലും ഒരു വട്ടം ആകാശത്തേക്ക് ജലപീരങ്കി പ്രയോഗിച്ചതിന് പിന്നാലെ സമരക്കാരെല്ലാവരും തന്നെ പിരിഞ്ഞു പോവുകയായിരുന്നു. കുറച്ച് നേരം ഈ നിയമസഭാ കവാടത്തിൻ്റെ ഈ മുന്നിലൊരുക്കിയ ബാരിക്കേഡിന് മുൻപിൽ പ്രതിഷേധം ഒരുക്കിയെങ്കിലും, അതായത് പ്രതിഷേധം കുറച്ചു നേരം നടത്തിയെങ്കിലും അതിനുശേഷം പ്രവർത്തകർ പിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.